അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് ലിസാനുൽ ഖുർആൻ 4ാം പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ എന്നതിന് അറബിയിൽ എന്ത് പറയാം? അന. ഇത് എന്നതിന് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം? ഹാദ, ഹാദിഹി. അത് ഒന്ന് പുല്ലിംഗത്തിനും ഒന്ന് സ്ത്രീലിംഗത്തിനും. അതുപോലെ അൻത, അൻതി, നീ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൻത, അൻതി. അൻത പുല്ലിംഗവും അൻതി സ്ത്രീലിംഗവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് എന്താണ് എന്ന് എങ്ങനെ ചോദിക്കാമെന്നുള്ളതാണ്. ഹാദ കലമുൻ, ഇത് പേനയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് എന്താണ് എന്ന് ചോദിക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് അറബിയിൽ പറയേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് മാ ഹാദ. മാ ഹാദ, ഇത് എന്താണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഹാദ നമ്മൾ പഠിച്ചതാണ് ഇത്. രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാ ഹാദ, ഇത് എന്താണ്. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. മാ ഹാദ, ഇത് എന്താണ്. ഹാദ മാഞ്ച, ഇത് മാങ്ങയാണ്. തൊട്ടടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ഇത് എന്താണ് എന്നുള്ളതിന് മാ ഹാദ അല്ല ഉപയോഗിച്ചത്, മാ ഹാദിഹി എന്നാണ്. അർത്ഥം സെയിം ആണ്, ഇത് എന്താണ് എന്ന് തന്നെയാണ്. ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഹാദ, ഹാദിഹി. എപ്പോഴാണ് ഹാദ വരുന്നത്, എപ്പോഴാണ് ഹാദിഹി വരുന്നത്? ഹിറത്തുൻ എന്നത്, ആ ഹിറത്തുൻ അവസാനത്തിലെ ഹാത്ത കണ്ടല്ലോ, അത് കണ്ടാൽ തന്നെ സ്ത്രീലിംഗമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഇവിടെ ഹാദിഹിയാണ് ഉപയോഗിക്കേണ്ടത്. മാ ഹാദിഹി, ഇത് എന്താണ്. അപ്പോൾ ഉത്തരമായി പറയണം ഹാദിഹി ഹിറത്തുൻ, അല്ലേ, ഇത് പൂച്ചയാണ്. അപ്പോൾ ഉത്തരം പറയുമ്പോൾ ഇത് എന്നുള്ളത് കൂട്ടിച്ചേർക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് പേപ്പറിൽ എഴുതുമ്പോൾ മാ ഹാദ എന്നുള്ള ചോദ്യവും ഒരു ഫോട്ടോയും നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പേനയുടെ ഫോട്ടോമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ മാ ഹാദ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ കലമുൻ മാത്രം എഴുതിയാൽ പോരാ, ഹാദ കലമുൻ, ഇത് പേനയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് തന്നെ പരീക്ഷ പേപ്പറിൽ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി തൊട്ടടുത്ത് നോക്കാം. മൻ ഹാദ, ഒരു ആൺകുട്ടിയാണ് അവിടെ ഉള്ളത്. ആ കുട്ടിയുടെ പേര് ബാസിം എന്നാണ്. അപ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇത് എന്താണെന്നല്ലല്ലോ നമ്മൾ ചോദിക്കുക. ഒരാളെ കാണുമ്പോൾ എന്താ ചോദിക്കുക? ഇത് ആരാണെന്നാണ് ചോദിക്കുക. അപ്പോൾ എന്ത് എന്ന മാക്ക് പകരം നമുക്ക് ആര് എന്ന വാക്ക് കൊടുക്കണം. മൻ, ആര്, ആരാണ്. മൻ ഹാദ, ഇത് ആരാണ്. അപ്പോൾ ഹാദ ബാസിമൻ, ഇത് ബാസിമാണ്. അടുത്ത പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഹാദ എന്നുള്ളത് എന്താക്കി മാറ്റേണ്ടി വരും? ഹാദിഹി എന്നാക്കണം. മൻ ഹാദിഹി, ഇത് ആരാണ്. ഹാദിഹി ലുബ്നത്ത്, ഇത് ലുബ്നയാണ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ള ഉപയോഗത്തിന് മാഹാദ മാഹാദിഹി, ഇത് ആരാണെന്ന് ചോദിക്കാൻ വേണ്ടി മൻ ഹാദ മൻ ഹാദിഹി, അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ അടുത്ത പേജിൽ നൽകിയിട്ടുണ്ട്. ഒരു പേനയുടെ ചിത്രമുണ്ട്, ഒരു പൂവിൻ്റെ ചിത്രമുണ്ട്. പേനക്ക് കലമുൻ എന്നാണ് പറയുക, നമുക്കറിയാം. പൂവിന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു പോയതാണ്. ആദ്യ പാഠത്തിൽ തന്നെ ഉണ്ടായിരുന്നു സഹ്റത്തുൻ എന്നത്. അപ്പോൾ അതും നമുക്കറിയാം. ഇനി ഇവിടെ ചോദ്യമാണ്. ഈ പേന നമുക്ക് തന്നിട്ട് ചോദിക്കുകയാണ് മാ ഹാദ, ഇത് എന്താണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഹാദ കലമുൻ. ഇനി പരീക്ഷയ്ക്ക് നേരെ തിരിച്ചാണ് തരുന്നത്. ഹാദ കലമുൻ എന്ന് തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മോട് പറഞ്ഞാൽ, ഹാദ കലമുൻ എന്ന് നിങ്ങൾക്ക് തന്നു, ഇത് പേനയാണ്. ഇനി ഇതിന് ചോദ്യം ഉണ്ടാക്കാണ് കുട്ടികളോട് പറഞ്ഞത്. ചോദ്യം ഉണ്ടാക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് എന്താണെന്ന് ചോദിക്കണം. അവിടെ ഉപയോഗിക്കേണ്ട എന്താണ്? മാ ഹാദ എന്നാണ്. കാരണം കലമ് അല്ലേ, ഒരു പുല്ലിംഗമാണല്ലോ. ഇനി നേരെ താഴെ നോക്കാം. ഹാദിഹി സഹ്റത്തുൻ, ഹാദിഹി സഹ്റത്തുൻ. ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാലോ, ഇത് പൂവാണ്. ഉത്തരം എന്താണ്? ഇത് പൂവാണ്. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? ഇത് എന്താണ്. അപ്പോൾ എന്ത് എന്നുള്ള മാ ആദ്യം കൊടുക്കുക. പിന്നെ ഇത് എന്നുള്ളതിന് എന്താ ഉപയോഗിക്കേണ്ടത് നോക്കുക. ഹാദയാണോ ഹാദിയാണോ? ഇവിടെ ഹാദിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? മാ ഹാദിഹി എന്ന് കൊടുക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് രീതിയിലും വരാം.
ചോദ്യം നൽകിയിട്ട് ഉത്തരം എഴുതാനും വരാം, ഉത്തരം നൽകിയിട്ട് ചോദ്യം ഉണ്ടാക്കാനും വരാം. അതുപോലെ ഇവിടെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഹാദ അഹീ, ഇത് എൻ്റെ സഹോദരനാണ്. അഹുൻ എന്നാണ് സഹോദരന് പറയാം. അഹുൻ സഹോദരൻ. ഇവിടെ അഹീ എൻ്റെ സഹോദരൻ, മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണത്. യാ അവസാനം ചേർക്കുമ്പോൾ എൻ്റെ എന്നർത്ഥം കിട്ടും. കലമുൻ പേന, കലമീ എൻ്റെ പേന, മദ്റസത്തുൻ മദ്റസ, മദ്റസത്തീ എൻ്റെ മദ്റസ, ഉമ്മുൻ ഉമ്മീ, അങ്ങനെ. അപ്പോൾ അഹുൻ സഹോദരനാണ്, അഹീ എൻ്റെ സഹോദരൻ. ഹാദ അഹീ, ഇത് എൻ്റെ സഹോദരനാണ്. ചോദ്യം എന്തായിരിക്കും? ഇത് ആരാണ്? ആരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, മൻ എന്നാണ്. അപ്പോൾ ഇത് എന്നുള്ളതിന് ഹാദ കൊടുക്കാം, കാരണം ആൺകുട്ടിയാണല്ലോ. മൻ ഹാദ, ഇത് ആരാണ്? തൊട്ടടുത്തത് ഹാദിഹി ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അഹുൻ എന്ന് സഹോദരനും ഉഖ്തുൻ എന്ന് സഹോദരിക്കും പറയും. അപ്പോൾ എൻ്റെ സഹോദരി എന്നാവുമ്പോൾ ഉഖ്തി. അപ്പോൾ ഹാദിഹി ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? അതെ, മൻ ഹാദിഹി, ഇത് ആരാണ്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കുറച്ച് ഉദാഹരണങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് പഠിക്കണം. ഇനി ഇത് തന്നെ നമുക്കൊന്ന് പൂരിപ്പിക്കാൻ നൽകിയിട്ടുണ്ട്. ഒരു ബുക്കിൻ്റെ ഫോട്ടോ നൽകി മാ ഹാദ എന്ന് ചോദിച്ചപ്പോൾ താഴെ ഹാദ കിതാബ് എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഹിറത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ എന്ത് ചോദിക്കണം? ഇത് എന്താണ് ചോദിക്കണം ആദ്യം. അപ്പോൾ എന്താണെന്നുള്ളതിന് മാ ആണ്, മാ കൊടുക്കാം. ഇത് എന്നുള്ളതിന് ഹിറത്താണല്ലോ, അപ്പോൾ അവസാനം ഹാതായിനെ കണ്ട് അപ്പോൾ അവിടെ ഹാദിഹി കൊടുക്കുക. അപ്പം മാ ഹാദിഹി. ഉത്തരം നമ്മൾ എന്ത് ചെയ്തും? വെറും ഹിറത്തുൻ എഴുതിയാൽ പോരാ, ഹാദിഹി ഹിറത്തുൻ. അതുപോലെ കുട്ടിയുടെ ഫോട്ടോ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മൻ ഹാദ ചോദിക്കാം. ഹാദ ബാസിമുൻ. തൊട്ടടുത്ത് എന്ത് ചെയ്യാം? മൻ ഹാദിഹി ചോദിക്കണം, കാരണം പെൺകുട്ടിയാണ്. അപ്പോൾ ഹാദിഹി, ഇത് ആരാണ്? അപ്പോൾ ഹാദിഹി ബാസിമ, ഹാദിഹി ലുബ്ന, അങ്ങനെ പറയാം. അപ്പോൾ എന്ത്, ആര് എന്ന വാക്കുകളാണ് ഇവിടെ പഠിക്കേണ്ടത്. അതിനോട് കൂടെ ഇത് എന്ന് ചേർക്കുമ്പോഴുള്ള മാറ്റങ്ങൾ. മാഹാദ മാഹാദിഹി, മൻഹാദ മൻഹാദിഹി. ഇനി 2 ആയത്ത് നൽകിയിട്ടുണ്ട്. അൽ ഖാരി അതു മൽ ഖാരി, അവിടെ മ എന്ത് അല്ലേ? ഖാരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മ എന്നുള്ളത്, എന്ത് എന്നുള്ള അർത്ഥത്തിൽ. മൻ ഫഅല ഹാദ ബി ആലിഹത്തിന, അല്ലേ? ഇത് ആര് ചെയ്തു? മൻ, ആര് അല്ലേ? അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആയത്ത് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലിസാനുൽ ഖുർആനിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, അന ഞാൻ, അന എന്ന് വെച്ച് നമുക്ക് ആർക്കും പറയാം അന, ഞാൻ എന്നുള്ളത്. അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാണ്, എല്ലാവർക്കും അന ഉപയോഗിച്ചാൽ മതി. ഞാൻ ബാസിമാണ്, ഞാൻ ലുബനയാണ്, അങ്ങനെ എന്തും പറയാം. ഞാൻ ഉസ്താദാണ്, അപ്പോൾ അന ഉസ്താദുൻ, അന ലുബന, അന ബാസിമുൻ, അങ്ങനെ. തൊട്ടടുത്ത പാഠത്തിൽ ഹാദ ഹാദിഹി, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അതൊക്കെ തന്നെയാണ്. ഹാദ ഇത്, ഹാദിഹി ഇത്. ഹാദ എന്നാകുമ്പോൾ പുല്ലിംഗമാണ് ആൺകുട്ടികൾക്ക്, അതുപോലെ ആയ വസ്തുക്കൾക്ക്, ആണായ വസ്തു എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായ വസ്തുക്കൾ ഉണ്ടാവും. അതുപോലെ ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനാണ്, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ അവസാനം ഹാത്ത വരുന്നതിനൊക്കെ ഹാദിഹിയാണ് ഉപയോഗിക്കുക. പിന്നെ പഠിച്ചു അൻത, നീ എന്നുള്ളത് ആൺകുട്ടികളോട് പറയുന്നതാണ്, അല്ലെങ്കിൽ അൻതി എന്നുള്ളത് പെൺകുട്ടികളോട് സ്ത്രീലിംഗത്തോട് പറയുന്നതാണ്. നീ എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. പിന്നെ എന്ത്, ആര് എന്നുള്ളത് മൻ. ഇത്തരം കാര്യങ്ങളാണ് ലിസാനുൽ ഖുർആനിൽ ഇതുവരെ പഠിച്ചത്.